Conservation of mechanical energy for a free falling body. മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷൻ പ്രൂവ് ചെയ്യുന്ന ഡെറിവേഷനാണ്, പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്. 6th ചാപ്റ്ററിലെ വർക്ക് എനർജി പവറിൽ നിന്നാണ് ഈ ഡെറിവേഷൻ. മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഡെറിവേഷനാണ്. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രൂവ് ചെയ്യുക, അങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീ ഫോളിങ് ബോഡി. ഒരു വസ്തു എം മാസുള്ള ഒരു വസ്തു ഒരു നിശ്ചിത ഹൈറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഗ്രൗണ്ടിലെ പോയിന്റ് നമുക്ക് സി എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഗ്രൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത ഹൈറ്റിലാണ് ഈ ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് എച്ച്. ഇനി എം മാസുള്ള വസ്തുവാണ്, എം മാസുള്ള ഓബ്ജക്റ്റാണ്. അപ്പോൾ മാസ് എം. ഇനി അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിനെ നമുക്ക് എ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇനി എക്കും സിക്കും ഇടയിലുള്ള ഒരു മിഡ് പോയിന്റ് കൂടി നമ്മൾ സെലക്ട് ചെയ്യുന്നു, ദറ്റ് ഈസ് ബി. ബി എന്ന് പറഞ്ഞ പോയിന്റ് എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ്. ഇനി ഓബ്ജക്റ്റ് ഇരിക്കുന്നത് എച്ച് ഹൈറ്റിലാണ്. എങ്കിലിത് താഴേക്ക് വീഴുകയാണ്. എങ്കിൽ നമുക്ക് ആ ഓബ്ജക്റ്റ് വീഴുന്ന ഓരോ പോയിൻറ്റ്സ്, ആദ്യം അത് എയിലായിരുന്നു, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ബി എന്നുള്ള പൊസിഷനിലാവും, പിന്നീട് അത് ഗ്രൗണ്ടിലെത്തും, സി എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്തും. എങ്കിൽ എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ്, അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ്. എങ്കിൽ ബി തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ അത് എച്ച് ഹൈറ്റിലാണ്. ബിയിലെത്തിയപ്പോൾ അത് എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. എങ്കിൽ ബാക്കി ഇനി എന്തുണ്ടാവും? ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എച്ച് മൈനസ് എക്സ്. ഗ്രൗണ്ടിൽ നിന്ന് അത് എ എന്നുള്ള പോയിന്റിൽ പ്ലേസ് ചെയ്തപ്പോൾ അത് എച്ച് ഹൈറ്റിലായിരുന്നു. ഇനി അത് മൂവ് ചെയ്തിട്ട് ബിയിലെത്തിയപ്പോൾ എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. ബാക്കി ബിയുടെയും സിയുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ഈ എച്ചിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? എക്സിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എച്ച് മൈനസ് എക്സ് ആണ് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഓബ്ജക്റ്റ് താഴേക്ക് പതിക്കുകയാണ്. എങ്കിൽ ഓരോ പോയിന്റിലും വരുന്ന ടോട്ടൽ എനർജി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ കൺസിഡർ എ ബോഡി വിത്ത് മാസ് എം പ്ലേസ്ഡ് അറ്റ് എ ഹൈറ്റ് എച്ച് ഫ്രം ദ ഗ്രൗണ്ട്. ഫ്രീ ഫോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തു എന്ത് ചെയ്യുന്നു? നിർബാധം താഴേക്ക് പതിക്കുന്നു. എങ്കിൽ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ എനർജി അറ്റ് ദ പോയിന്റ് എ. എ എന്ന് പറഞ്ഞ പോയിന്റിലെ ടോട്ടൽ എനർജി നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ സാധാരണയായിട്ട് രണ്ട് തരം മെക്കാനിക്കൽ എനർജിയാണുള്ളത്, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. ഇത് രണ്ടും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി കിട്ടും. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി കിട്ടും ഇവിടെ. അപ്പോൾ ഇവിടെ അറ്റ് ദ പോയിന്റ് എ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് നോക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എം ജി എച്ച്. ഇവിടെ എച്ച് ഹൈറ്റിലാണ് എം മാസുള്ള ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി എന്ത് തന്നെയായിരിക്കും? എം ജി എച്ച് തന്നെയായിരിക്കും. ദെൻ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ വെലോസിറ്റി, ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്യണില്ല, എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇരിക്കണേ. അപ്പോൾ വെലോസിറ്റി ഇല്ല അവിടെ, വെലോസിറ്റി ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. കൈനറ്റിക് എനർജി എന്താവും? ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളിടത്ത് 0 സ്ക്വയർ ആണ് വരിക.
ദെൻ ഹാഫ് എം ഇൻറ്റു സീറോ ആണ് വരിക. കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി, കൈനറ്റിക് എനർജിയും കിട്ടി. എങ്കിൽ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. ടോട്ടൽ എനർജി അറ്റ് ദ പോയിന്റ് എ ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ദെൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ mgh ആണ്, പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആണ്. എങ്കിൽ നമുക്ക് റിസൾട്ട് mgh പ്ലസ് 0 ഈക്വൽ ടു mgh എന്ന് വരും. ഇതുപോലെ നമുക്കിനി അറ്റ് ദ പോയിന്റ് ബി എന്ന പോയിന്റിലെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. ടോട്ടൽ എനർജി at the point B. ബി എന്ന പോയിന്റിൽ ഈ വസ്തു എങ്ങനെയാണ് എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ ഓബ്ജക്റ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടാണ് ഇതിവിടെ എത്തുന്നത്. എങ്കിൽ നമുക്കത് എഴുതി വയ്ക്കാം. The object travels with the distance x from A to B. x ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് അത് എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയിരിക്കുന്നത്. We can find velocity നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിച്ചാലാണ് നമുക്ക് കൈനറ്റിക് എനർജി എഴുതാൻ പറ്റുക. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കണം, നമുക്കിവിടെ കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ v² ഈക്വൽ ടു u² പ്ലസ് 2as എന്നുള്ള ഇക്വേഷനാണ്. ഇവിടെ ഇക്വേഷൻ v² ഈക്വൽ ടു u² പ്ലസ് 2as. ഇവിടെ എ എന്നുള്ളത് ഈക്വൽ ടു ജി ആവും. വസ്തു താഴേക്കാണ് പതിക്കുന്നത് എങ്കിൽ ആക്സലറേഷൻ കൺവേർട്ടഡ് ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മുഖാന്തരമുള്ള ആക്സലറേഷനാണ് ജി എന്ന് പറയുന്നത്. അപ്പോൾ ആക്സലറേഷന് പകരം ഇവിടെ ജി ആണ് എഴുതാത്ത, വസ്തു താഴേക്കാണ് പതിക്കുന്നത്. ഇനി ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്നുള്ളത് എക്സ് ആയിട്ട് മാറും. അതായത് എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി പോയിന്റ് വരെ എത്താൻ വേണ്ടി അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ് ആണ്. എങ്കിൽ എസ് എന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി യു ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റിയാണ്. എ എന്നുള്ള പോയിന്റിൽ നിന്നാണ് ബി എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്നത്. എ എന്നുള്ള പോയിന്റിലിരിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. അതായത് ആ ഓബ്ജക്റ്റ് റെസ്റ്റിൽ നിന്നാണ് അത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. എങ്കിൽ ഈ 3 ടേംസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v² ഈക്വൽ ടു u² എന്നുള്ളിടത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് 2a എന്നുള്ളിടത്ത് g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, s എന്നുള്ളിടത്ത് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്കിൽ v² ഈക്വൽ ടു 0 പ്ലസ് 2gx എന്ന് കിട്ടും നമുക്ക്. എങ്കിൽ വെലോസിറ്റി കിട്ടി, ഫൈനൽ വെലോസിറ്റിയുടെ സ്ക്വയർ നമുക്ക് കിട്ടി. എങ്കിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv² എന്നുള്ള ഇക്വേഷനാണ്. mv² v² ആണ് നമുക്കിവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണത്. എങ്കിൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് m ഇൻറ്റു v² എന്നുള്ളടത്ത് 2gx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2ഉം 2ഉം കട്ട് ചെയ്ത് പോവും. നമുക്ക് mgx എന്ന ആൻസർ കിട്ടും. കൈനറ്റിക് എനർജി mgx ആണ്. അറ്റ് ദ പോയിന്റ് ബി എന്നുള്ള പോയിന്റിൽ കൈനറ്റിക് എനർജി mgx ആയിരിക്കും. എങ്കിൽ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബിയിലെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mgh. എങ്കിൽ ഫിഗർ ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ബിയിൽ എത്ര ഹൈറ്റിലാണ് ബി എന്ന് പറയുന്ന പോയിന്റിൽ ആ ഓബ്ജക്റ്റ് ഇരിക്കുന്നത്? ബി എന്ന് പറഞ്ഞ ഹൈറ്റ് h-x ആണ്. ഗ്രൗണ്ടിൽ നിന്നും h-x ഹൈറ്റിലാണ് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ആ ഓബ്ജക്റ്റ് എത്തുന്നത്. എങ്കിൽ
ഇവിടെ എച്ച് ഈക്വൽ ടു എച്ച് മൈനസ് എക്സ് ആണ്. നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ജി ഇൻറ്റു എച്ചിന് എച്ച് മൈനസ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ജി കൊണ്ട് എച്ചിനെയും എം ജി കൊണ്ട് മൈനസ് എക്സിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ എം ജി എച്ച്, എം ജി ഇൻറ്റു മൈനസ് എക്സ് മൈനസ് എം ജി എക്സ് എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി. ടോട്ടൽ എനർജി കാണാൻ എന്ത് ചെയ്യണം? ടോട്ടൽ എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് എം ജി എച്ച് മൈനസ് എം ജി എക്സ് ആണ്. ഇനി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എം ജി എക്സ്. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എം ജി എക്സ് മൈനസ് എം ജി എക്സും പ്ലസ് എം ജി എക്സും ക്യാൻസൽ ആവും. എം ജി എച്ച് എന്ന ആൻസർ വരും നമുക്ക്. അപ്പോൾ ടോട്ടൽ എനർജി എം ജി എച്ച് തന്നെയാണ്. ടോട്ടൽ എനർജി അറ്റ് ബി എന്നുള്ള പോയിന്റിൽ എം ജി എച്ച് തന്നെയാണ് ടോട്ടൽ എനർജി. ഇതുപോലെ ഒരു പോയിന്റിലും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ എനർജി അറ്റ് സി എന്ന പോയിന്റിൽ, അതായത് ഗ്രൗണ്ടിലെ പൊട്ടൻഷ്യൽ എനർജി, ഗ്രൗണ്ടിൽ എത്തുമ്പോൾ അതിനുള്ള ടോട്ടൽ എനർജി നമ്മൾ കണ്ടുപിടിക്കണം. എങ്കിൽ ആദ്യം അവിടുത്തെ കൈനറ്റിക് എനർജി എഴുതാം. കൈനറ്റിക് എനർജി എഴുതണമെങ്കിൽ എന്ത് വേണം? അറ്റ് ദ ഗ്രൗണ്ടിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് നമുക്കറിയണം. അപ്പോൾ ആദ്യം വെലോസിറ്റി അറ്റ് സി എന്ന് പറഞ്ഞ പോയിന്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as തന്നെയാണ്. ഇവിടെ എ ഈക്വൽ ടു ജി നമുക്കറിയാം. എസ് ഈസ് ഈക്വൽ ടു എസ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പോൾ ഗ്രൗണ്ടിൽ സി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എങ്കിൽ അത് എത്ര ഡിസ്പ്ലേസ് ചെയ്തു? എച്ച് ഹൈറ്റിലിരുന്ന ഒബ്ജക്റ്റ് ആണ് സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത് എങ്കിൽ എച്ച് ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു എച്ച്. എങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനീഷ്യൽ വെലോസിറ്റി കൂടി അറിയണം. ഇനീഷ്യൽ വെലോസിറ്റി ദറ്റ് ഈസ് ഈക്വൽ ടു, ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ 0 ആണ്. ദെൻ 0 സ്ക്വയർ പ്ലസ് 2gh എങ്കിൽ നമുക്ക് വി സ്ക്വയർ കിട്ടും, 2gh എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ വി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഹാഫ് എം വി സ്ക്വയറിൽ ഹാഫ് എം വി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. വി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2ഉം 2ഉം ക്യാൻസലായി പോവും. റിസൾട്ട് കൈനറ്റിക് എനർജിയുടെ റിസൾട്ട് എം ജി എച്ച് എന്ന് വരും. അപ്പോൾ കൈനറ്റിക് എനർജി കിട്ടി. ഇനി ഒരു എനർജിയും കൂടി കിട്ടിയാൽ മതി, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് നോക്കുക. എം ജി എച്ച് ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഇവിടെ ഹൈറ്റ് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ആ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 0 ആണ് എങ്കിൽ എം ജി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 0. ദെൻ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് 0 എന്ന് വരും. അവിടെ ഹൈറ്റ് ഇല്ല, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. എങ്കിൽ ടോട്ടൽ എനർജി ഈക്വൽ ടു, ടോട്ടൽ എനർജി അറ്റ് സി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കൈനറ്റിക് എനർജി എം ജി എച്ച് ആണ്. എങ്കിൽ നമുക്ക് റിസൾട്ട് എം ജി എച്ച് എന്ന് കിട്ടും. ഇവിടെ നോക്കുക, താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിൻ്റെ ടോട്ടൽ എനർജി നമ്മൾ 3 പോയിന്റിൽ കണ്ടുപിടിച്ചു. അതായത് 3 പൊസിഷനിൽ അതിൻ്റെ ടോട്ടൽ എനർജി ഫൈൻഡ് ഔട്ട് ചെയ്തു. 3 പോയിന്റിലെ ടോട്ടൽ എനർജിയും എം ജി എച്ച് ആണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. 3 പോയിന്റിലെ എനർജിയും സെയിം ആണ്, എം ജി എച്ച് എന്നാണ്. 3 പോയിന്റിലെ അറ്റ് ദ പോയിന്റ് എയിലെ ടോട്ടൽ എനർജിയും അറ്റ് ദ പോയിന്റ് ബിയിലെ ടോട്ടൽ എനർജിയും അറ്റ് ദ പോയിന്റ് സിയിലെ ടോട്ടൽ എനർജിയും എം ജി എച്ച് എന്ന് കിട്ടി. സോ ദ മെക്കാനിക്കൽ എനർജി ഈസ് കൺസർവ്ഡ്. മെക്കാനിക്കൽ എനർജി എന്താണെന്ന് പറയാം നമുക്ക്? കൺസർവ്ഡ് ആണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. അടുത്തത് 6th ചാപ്റ്ററിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ലോയാണ് പറയുന്നത്, ഹൂക്സ് ലോ.
മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ലോയാണ്. സ്പ്രിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോ ഏതെന്ന് ചോദിച്ചാലും ഹൂക്സ് ലോ തന്നെയാണ് ഉത്തരം പറയേണ്ടത്. അതായത് ഒരു സ്പ്രിങ്ങിനെ നമ്മൾ വലിച്ചാൽ അറിയാം അതെന്ത് ചെയ്യും, സ്പ്രിങ്ങിനെ നമ്മൾ വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ ആ സ്പ്രിങ്ങിന് തിരിച്ച് പഴയപടി നമ്മൾ പ്രയോഗിച്ചിരിക്കുന്ന ഫോഴ്സ് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം അതിനെ വിടുമ്പോൾ അതെന്ത് ചെയ്യും, അത് പഴയപടി തന്നെ ആവും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ അതിന് പഴയപടി ആവാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റീസ്റ്റോറിങ് ഫോഴ്സ് എപ്പോഴും എത്രമാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് അതിനുണ്ടായോ അതിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് നമ്മൾ ആ സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടുമ്പോൾ എത്രമാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് ആ സ്പ്രിങ്ങിനുണ്ടായോ അത്രമാത്രം റീസ്റ്റോറിങ് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ റീസ്റ്റോറിങ് ഫോഴ്സിന് ആനുപാതികമായിട്ടാണ് നമ്മൾ പ്രയോഗിച്ച ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ അത് തിരിച്ച് പഴയപടി എത്തുക. അപ്പോൾ ഇത് നമുക്ക് അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റും കൂടിയായിരിക്കും ഈ റീസ്റ്റോറിങ് ഫോഴ്സ്. അപ്പോൾ ഹൂക്സ് ലോ അതാണ് എഴുതി വെക്കുന്നത്. ഹൂക്സ് ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ദ റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്ഡ് in the spring is proportional to the displacement. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എക്സ് എന്ന് എടുക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആൻഡ് ഇറ്റ് ഈസ് opposite to the displacement. ഇതാണ് ഹൂക്സ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ സിമ്പിളായിട്ട് ഹൂക്സ് ലോ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവേണ്ടത് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x. ഈ ഇക്വേഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹൂക്സ് ലോ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഹിയർ എഫ് ഈസ് ദ റീസ്റ്റോറിങ് ഫോഴ്സ്. എഫ് എന്ന് പറയുന്നത് റീസ്റ്റോറിങ് ഫോഴ്സ് ആണ്, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് എക്സ്. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. റീസ്റ്റോറിങ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് റീസ്റ്റോറിങ് ഫോഴ്സ് ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യുന്നത്. ദ റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ ദ സ്പ്രിംഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഓപ്പോസിറ്റ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റിനെ അപ്ലൈ ചെയ്യും. ഇവിടെ അപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് കെ ആണ്. അപ്പോൾ മൈനസ് അവിടെയുണ്ട്, കെ ഉണ്ട് എക്സ്. ഹിയർ കെ ഈസ് എ കോൺസ്റ്റൻറ്റ്. കെനെ അറിയപ്പെടുക സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്നാണ്. ഇത് സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട ലോയാണ്. അതുകൊണ്ട് അവിടെ അപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റൻറ്റിനെ നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കും. ഇനി ഹൂക്സ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രധാനപ്പെട്ട ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അടുത്ത ഡെറിവേഷൻ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ്. ഒരു സ്പ്രിങ് ഒരു റിജിഡ് സപ്പോർട്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡ് റിജിഡ് സപ്പോർട്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേ എൻഡിൽ ഒരു ഓബ്ജക്റ്റ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ പൊസിഷൻ എക്സ് ഈക്വൽ ടു 0. പൊസിഷൻ നമ്മൾ എക്സ് ഈക്വൽ ടു 0, അതായത് പൊസിഷൻ 0 എന്നാണ് എടുക്കുന്നത്. ഇത് തന്നെ ഈ സ്പ്രിങ്ങിനെ തന്നെ റിജിഡ് സപ്പോർട്ടിൽ വെച്ചിരിക്കുന്ന സ്പ്രിങ്ങിനെ തന്നെ നമ്മൾ ഈ ഓബ്ജക്റ്റുമേ പിടിച്ച് ഒന്ന് മൂവ് ചെയ്യിക്കുന്നു. ഇതിനെ പിടിച്ചൊന്ന് വലിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ആ ഓബ്ജക്റ്റ് സ്പ്രിങ്ങിന് ഡീവിയേഷൻ ഉണ്ടായിട്ട് ഓബ്ജക്റ്റ് മൂവ് ചെയ്യും.
കുറച്ച് ഡിസ്റ്റൻസ് അത് മാറി നിൽക്കും. എങ്കിൽ ആദ്യം അത് വെച്ചിരുന്നത് 0 എന്നുള്ള പോയിന്റിലായിരുന്നു. എങ്കിലത് ഇപ്പോൾ എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങിമത്തെ ഓബ്ജക്റ്റ് നമ്മൾ പിടിച്ച് വലിച്ച് സ്പ്രിങ് വിത്ത് എ ബോഡി അറ്റ് എ പൊസിഷൻ x equal to 0, ദ ഓബ്ജക്റ്റ് അറ്റ് എ പൊസിഷൻ x equal to 0 എന്നുള്ള പൊസിഷനിലാണ് ഓബ്ജക്റ്റ് നിൽക്കുന്നത്. എങ്കിൽ നമ്മൾ ആ ഓബ്ജക്റ്റിനെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ സ്പ്രിങ്ങിന് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇനി അത് എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. എങ്കിൽ ആദ്യത്തെ പോയിന്റ് 0 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് എക്സ് എന്ന പോയിന്റിലാണ് ഓബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മാസ്ലെസ് സ്പ്രിങ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. മാസ്ലെസ് സ്പ്രിങ് ഫിക്സഡ് ടു എ റിജിഡ് സപ്പോർട്ട്. ഒരു റിജിഡ് സപ്പോർട്ടിൽ അതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നു. ആൻഡ് വിത്ത് എ ബോഡി അറ്റ് ദ അതർ എൻഡ്. മറ്റേ എൻഡിൽ ഒരു വസ്തുവുണ്ട്. ഇനി ദ ബോഡി മൂവ്സ് വിത്ത് എ ഫ്രിക്ഷൻലെസ് ഫോഴ്സ്. ബോഡി മൂവ്സ് ഓൺ എ ഫ്രിക്ഷൻലെസ് ഫോഴ്സ് ആവണമെങ്കിൽ എന്ത് വേണം? ഫ്രിക്ഷൻലെസ് സർഫസ് ആവണം. അപ്പോൾ നമ്മൾ ഫ്രിക്ഷൻലെസ് സർഫസിലാണ് അതിനെ മൂവ് ചെയ്യിക്കണേ. എങ്കിൽ ഫ്രിക്ഷൻലെസ് ആയിട്ടാണത് മൂവ് ചെയ്യുന്നതെന്ന് പറയാം. എങ്കിൽ ആ വസ്തുവിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. ഓബ്ജക്റ്റ് ഡിസ്പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് dx. ഒരു ഫോഴ്സ് അവിടെ പ്രയോഗിച്ചു. അപ്പോൾ അത് ഡിസ്പ്ലേസ് ചെയ്തു. എങ്കിൽ നമുക്ക് എന്ത് പറയാം? ദർ ഈസ് എ വർക്ക് ഡൺ. അവിടെ വർക്ക് ഉണ്ട്. ദെൻ ദ വർക്ക് ഡൺ ഈസ് dw ഈക്വൽ ടു f dx. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്താൽ നമുക്ക് വർക്ക് ഡൺ കിട്ടും. Therefore, ടോട്ടൽ വർക്ക് ഡൺ, നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചെറിയൊരു വർക്ക് ഡൺ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഫുൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമാറ്റാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ചെറിയൊരു വർക്ക് ഡൺ കിട്ടി, അതിനെ ഫുൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേഷൻ ചെയ്യും. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കിട്ടണമെങ്കിൽ ദ ബോഡി മൂവ്സ് ഫ്രം x equal to 0 to x. 0 മുതൽ x വരെയാണത് മൂവ് ചെയ്യുന്നത്. എങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയൊരു വർക്ക് ഡണ്ണിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക ഫുൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. ഇനി നമ്മൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഫുൾ എമൗണ്ട് വർക്ക് ഡൺ കിട്ടുന്നു. അപ്പോൾ ഇപ്പുറത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യും. എവിടെ നിന്ന് മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? 0 തൊട്ട് x വരെ. 0 എന്നുള്ളത് ലോവർ ലിമിറ്റും x എന്നുള്ളത് അപ്പർ ലിമിറ്റുമാണ്. എഫ് ഡി എക്സ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. എങ്കിൽ നമുക്കിവിടെ ഹൂക്സ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോഴ്സിൻ്റെ ഇക്വേഷൻ അറിയാൻ വേണ്ടി നമുക്ക് ഹൂക്സ് ലോ അപ്ലൈ ചെയ്യാം. ഹൂക്സ് ലോ എന്താണ്? എഫ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. എങ്കിൽ നമ്മളിവിടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ്റെ അവിടെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഹൂക്സ് ലോയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എങ്കിൽ എഫിന് പകരം മൈനസ് കെ എക്സ് എന്ന് വരും. ഇനി ഓൾറെഡി ഇവിടെ ഡി എക്സ് ഉണ്ട്, അപ്പോൾ ഡി എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇവിടെ വേരിയബിൾ.
എക്സിനാണ് ഇവിടെ ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ എക്സിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എങ്കിൽ മൈനസ് കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മൈനസ് കെനെ നമ്മൾ പുറത്തേക്ക് എടുത്തിടും. മൈനസ് കെ ഇൻ്റഗ്രൽ 0 to x dx. ഇൻ്റഗ്രേഷനും ഡി എക്സും ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾസ് ആണ്. ഇൻ്റഗ്രേഷൻ കഴിയുമ്പോൾ അത് പോവും. എക്സിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോർമുലയുണ്ട്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിലെ ഫോർമുലയാണ്, ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ആണെങ്കിൽ ഉത്തരം വരിക എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. അപ്പോൾ ഈ ഫോർമുല നമ്മൾ പഠിച്ചു വയ്ക്കണം. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ആണെങ്കിൽ എക്സ് റൈസ് ടു എന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു പവർ എൻ ആയിരുന്നത് എൻ പ്ലസ് 1 ആവും, ഡിവൈഡഡ് ബൈ എത്രയാണോ പവർ അത് തന്നെ അടിയിൽ എഴുതണം. എങ്കിൽ അതിൻ്റെ ആൻസർ ആയി. എങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എക്സിൻ്റെ പവർ ഒന്നുമില്ല പവറെങ്കിൽ അവിടെ ആരാണുള്ളത്? ഒന്നിനെയും നമുക്ക് പവറായിട്ട് കാണാനില്ല. പക്ഷേ അവിടെ എക്സ് അവിടെ ഉണ്ട് എങ്കിൽ പവർ 1 ആണ്. എക്സ് റൈസ് ടു 1 ഡി എക്സ് ആണ്. ഈക്വൽ ടു അപ്പോൾ എന്ത് വരും? എക്സ് റൈസ് ടു 1 പ്ലസ് 1. ഇവിടെ എൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1ൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടുക. ഇനി എൻ പ്ലസ് 1 താഴേക്ക് എഴുതണം, അതായത് 1 പ്ലസ് 1 താഴെ എഴുതണം. അപ്പോൾ നമുക്ക് ഉത്തരം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരിക. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നാണ് റിസൾട്ട് കിട്ടുക. എങ്കിൽ ഇവിടെ നമുക്ക് എടുത്ത് എഴുതാം മൈനസ് കെ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇനി നമ്മുടെ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ബോക്സ് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ആ ലിമിറ്റ് അവിടെ എഴുതുക. താഴെ ലോവർ ലിമിറ്റ് എഴുതുക ബോക്സ് ബ്രാക്കറ്റിൻ്റെ താഴെയായി, മുകളിലായിട്ട് അപ്പർ ലിമിറ്റ് എഴുതുക 0 to x. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലിമിറ്റിനെ അപ്ലൈ ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, ഇൻ്റഗ്രേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ലിമിറ്റിനെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ് ചെയ്യുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ് നമ്മൾ ചെയ്യുക. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യും, മൈനസ് ഇടും, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ എപ്പോഴും ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ലിമിറ്റ് അങ്ങനെയാണ് അപ്ലൈ ചെയ്യുക. ആദ്യം ഇൻ്റഗ്രേഷൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ലിമിറ്റ് അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക. അവിടെ മൈനസ് കെ അങ്ങനെ തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ 2 കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ പുറത്തേക്ക് എടുത്തിടാം. അപ്പോൾ ഡിവൈഡഡ് ബൈ 2നെ പുറത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ എക്സ് സ്ക്വയറിന് മാത്രമേ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് എക്സ് സ്ക്വയറിനെ മാത്രം ബ്രാക്കറ്റിൽ എഴുതി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. മൈനസ് കെ ഡിവൈഡഡ് ബൈ 2, ഇതിനെ വേണമെങ്കിൽ മൈനസ് ഹാഫ് കെ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. മൈനസ് ഹാഫ് കെ, മൈനസ് കെ ഡിവൈഡ് ബൈ 2 തന്നെയാണ് മൈനസ് ഹാഫ് കെ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് എക്സ് അപ്പർ ലിമിറ്റ് എന്ത് ചെയ്യണം? ഇവിടെ അപ്ലൈ ചെയ്യണം, എക്സിൻ്റെ പൊസിഷനിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് എക്സിൻ്റെ പൊസിഷനിൽ എക്സ് അപ്ലൈ ചെയ്തു, സ്ക്വയർ ഉണ്ട് എക്സ് സ്ക്വയർ. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു മൈനസ്. ഇനി ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലോവർ ലിമിറ്റ് 0 ആണ്. 0 എക്സിൻ്റെ പൊസിഷനിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ 0 ഇട്ടു. ഇനി സ്ക്വയർ ഉള്ളതുകൊണ്ട് ഫംഗ്ഷനിൽ സ്ക്വയർ ഉള്ളതുകൊണ്ട് സ്ക്വയർ ഇട്ട് കൊടുക്കുക, 0 സ്ക്വയർ. നമുക്ക് റിസൾട്ട് മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ മൈനസ് 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 0. അപ്പോൾ എക്സ് സ്ക്വയർ തന്നെ കൊടുക്കുക, എക്സ് സ്ക്വയർ മൈനസ് 0 എന്ന് വരും. ദെൻ എക്സ് സ്ക്വയർ ഹാഫ് കെ എക്സ് സ്ക്വയർ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് ടോട്ടൽ വർക്ക് ഡൺ. ഇനി ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദ വർക്ക് ഡൺ ഈസ് ഓൾസോ സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെയും അങ്ങനെ തന്നെ. ഇവിടെ വർക്ക് ഡൺ ആണ് എന്ത് ചെയ്യുക? വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി ഇൻ എ സ്പ്രിംഗ്. വർക്ക് ഡൺ തന്നെയാണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. ദെൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, അപ്പോൾ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി.